എല്ലാറ്റിനും ഒരു താളമുണ്ട്. ഹൃദയമിടിപ്പിന് പോലും താളനിബദ്ധമായ ഒന്നിനെ സൗന്ദര്യാത്മകതയും ഉണ്ടാകും. അതുകൊണ്ടാകാം താളങ്ങൾ എപ്പോഴും മനുഷ്യഹൃദയങ്ങളെ വല്ലാതെ ഉല്ലാസഭരിതങ്ങളാക്കുന്നത്. ഇത് ചിറയൻകീഴ് അജയൻ. കലാകേരളത്തിന് ഡ്രമ്മർ അജയൻ അപരിചിതനല്ല. കുട്ടിക്കാലം തൊട്ടേ അജയന് താളവാദ്യങ്ങളോട് വല്ലാത്ത കമ്പമായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിന് വൃന്ദവാദ്യത്തിൽ 1ാം സ്ഥാനം. പിന്നീട് 1 വർഷം മൃദംഗം പഠിച്ചു. ഡ്രംസ് പഠിക്കുക എന്ന മോഹം മനസ്സിലിട്ട് ഏറെ നാൾ അജയൻ അലഞ്ഞു. കുടുംബത്തിൻ്റെ കടുത്ത സാമ്പത്തിക പരാധീനത അജയൻ്റെ വഴി എളുപ്പമാക്കിയില്ല. ഒടുവിൽ 18ാം വയസ്സിലാണ് മൂത്ത ജ്യേഷ്ഠൻ ശിവാനന്ദൻ അജയനെ ഡ്രംസ് പഠിക്കാൻ മദ്രാസിലേക്ക് അയക്കുന്നത്. അവിടുത്തെ പഠനത്തോടൊപ്പം ഗാനമേളകളിലും പങ്കെടുത്തു. യേശുദാസ്, ജയചന്ദ്രൻ തുടങ്ങിയവരുടെ ഗാനമേളകൾക്കൊക്കെ ഡ്രംസ് വായിച്ചു തുടങ്ങിയതോടെ അജയൻ അറിയപ്പെടാൻ തുടങ്ങി. 1985 യേശുദാസിൻ്റെ തരംഗിണി സ്റ്റുഡിയോയിലെത്തി. ഇവിടെ 2 വർഷം തരംഗിണി പാട്ടുകൾക്ക് താളമേകി. ഗായകൻ MG ശ്രീകുമാറിനൊപ്പം അജയൻ 14 വർഷത്തോളം ഉണ്ടായിരുന്നു. അറബ് നാടുകളിലും അമേരിക്കൻ നാടുകളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെയായി എത്രയെത്ര വേദികൾ, എന്തെന്ത് അനുഭവങ്ങൾ. MG ശ്രീകുമാറിൻ്റെ കൂടെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ അവസരമാണ്. ആ അവസരത്തിൽ പുള്ളിയുടെ കൂടെ MG ശ്രീകുമാറിൻ്റെ കൂടെ പിന്നണിയിൽ വായിക്കാനായിട്ട് പോയി. ഏകദേശം ഒരു 89 ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ഗൾഫ് ട്രിപ്പ്, നമ്മളെല്ലാം ട്രിപ്പ് പോകുന്നു. പുള്ളിയായിട്ട് നല്ല ബന്ധമായി. ഒരു 10-14 വർഷം MG ശ്രീകുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ കണ്ണൂർ രാജനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് അജയൻ്റെ കലാസഭയ്ക്ക് മുതൽക്കൂട്ടായി. പഠിച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ സിനി ഫീൽഡിലോട്ട് വന്നു. ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മരിച്ചുപോയ കണ്ണൂർ മാസ്റ്റർ പടത്തിനാണ്, തമിഴ് പടമാണ്. പക്ഷേ ആ തമിഴ് പടം റിലീസായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പേയ്മെൻറ്റ് പോലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു കൺവെൻസ് എന്ന രീതിയിൽ ഒരു 50 രൂപ എനിക്ക് കിട്ടി. അതെനിക്ക് ഞാൻ എന്നെ ഒരു കവറിനകത്ത്, വീട്ടിൽ ലെറ്റർ അയക്കാൻ കവറിനകത്ത് 25 രൂപ വെച്ച് എൻ്റെ അച്ഛനും ചേട്ടനും കൂടെ അയച്ചു കൊടുത്തു. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു നല്ല സംഭവം. എൻ്റെ ചേട്ടനാണ് ഇതിനെല്ലാം മെയിൻ കാരണം. എൻ്റെ മൂത്ത ചേട്ടൻ, എൻ്റെ അച്ഛനെയും കാട്ടി ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. പിന്നീട് മലയാളത്തിലെ പ്രശസ്തരായ വിവിധ സംഗീത സംവിധായകരുടെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. മലയാള ചലച്ചിത്ര ഗാനാസ്വാദകർ നെഞ്ചോട് ചേർത്ത പല ഗാനങ്ങളിലും അങ്ങനെ അജയൻ്റെ പങ്കാളിത്തവും ഉണ്ടായി. താളവട്ടം, പൊൻവീണയൊക്കെ ഞാൻ വായിച്ചാണ്. പിന്നെ വാചാലം, നീയൻകിനാവും, പൂങ്കാറ്റ്, വെള്ളിച്ചില്ലം വിതറി, കൃഷ്ണേന്ദ്രൻ്റെ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ നമുക്ക് റെക്കോർഡിങ്ങിന് വായിക്കാൻ പറ്റി. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ജന്മനാടായ ചിറയൻകീഴ് അജയന് മറന്നു. ഇതിൽ അജയന് വല്ലാത്ത ദുഃഖമുണ്ട്. ചിറയൻകീഴൊന്നും എനിക്ക് ഒരു പരിഗണന തന്നിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ശരി, എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ SCVHSൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് ആ സ്റ്റേറ്റ് ഫസ്റ്റ് വായിച്ചിട്ട് ഇന്ന് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്നവരെ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊക്കെ വെച്ചൊരു പൂർവ്വ വിദ്യാർത്ഥി ഇതെന്നും പറഞ്ഞിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പ്രേം നസീർ ഇത് വർഷം തോറും നടക്കുന്നുണ്ട്. അതിലുള്ള സംഘാടകരെ എനിക്കറിയാം, എല്ലാം അറിയാം. നമുക്കൊക്കെ ഒരു ഇതുവരെ വിളിച്ചൊരു ആദരിപ്പോ ഇത്രയും ഇതായിട്ടൊന്നും ഇന്ന് വരെ തന്നിട്ടില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. നമ്മളാ പറമ്പിൽ കിടന്ന് ശാർക്ക കിടന്ന് ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരാണ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനിടെ ഒരു നാൾ എന്ന മ്യൂസിക്കൽ ആൽബത്തിനും അജയൻ സംഗീതം നൽകി. ഒരു നാൾ നിന്നെ പ്രണയിച്ചു പോയി, ഒരുമിച്ചു വാഴാൻ ആശിച്ചു പോയി. ഒരു നാൾ നിന്നെ പ്രണയിച്ചു പോയി, ഒരുമിച്ചു വാഴാൻ ആശിച്ചു പോയി. ഒരു
വാക്കുപോലും. സിനിമ സംഗീത സമ്മേളനം ചെയ്യുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അത് നടക്കും. 2014 എന്ന് പറയുന്നത് മിക്കവാറും നമ്മളൊരു നല്ലൊരു മുന്നേറ്റമായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാണ്. ഇപ്പോഴും അജയൻ തൻ്റെ കലായാത്ര തുടരുന്നു. പുതുതലമുറയ്ക്ക് പാഠങ്ങൾ പകർന്നു നൽകി. AC ന്യൂസ്, ചിറയൻകീഴ്.